അതാ ആ കാണുന്ന ദ്വീപിന്റെ പേര് കിന്നര ദ്വീപ്. അവിടെ കിന്നര വർഗക്കാർ ഉണ്ടെന്നുള്ളത് ചുറ്റുമുള്ളവർ വിശ്വസിച്ചിരുന്നു. കിന്നര വർഗക്കാർ എന്നാൽ ദേവലോകത്തിൽ നിന്നും വന്ന ദേവതകളാണ്. ആ ദ്വീപിൽ പോകുന്നത് തന്നെ വളരെ പ്രയാസമാണ്. അത് എന്തുകൊണ്ടെന്നാൽ ആ ദ്വീപിന് താഴെ വീരു എന്നൊരു വേതാള മന്ത്രവാദി ക്ഷുദ്രപൂജകളൊക്കെ ചെയ്ത് അയാളുടെ 111 പ്രേത കൈകളെ കാവലിന് വച്ചിരുന്നു. ഇത് ഇങ്ങനെയുള്ളപ്പോൾ കിന്നര ദ്വീപിലേക്ക് വളരെ ദൂരെയുള്ള കടലിനോടടുത്ത് സുന്ദരി എന്നൊരു മുത്തശ്ശി കുടില് കെട്ടി താമസിച്ചിരുന്നു. ഇന്ന് പൗർണമി ദിവസമാണെങ്കിൽ കിന്നര ദ്വീപിലേക്ക് പോകേണ്ട ദിവസം നാളെയാണെന്നാണ് അർത്ഥം. അങ്ങനെ ചിന്തിച്ച് അടുത്ത ദിവസം തന്നെ അവർ തനിച്ച് ആ ദ്വീപിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കടലിന്റെ നടുക്ക് പെട്ടെന്ന് ഓരോ ചുഴികളായി വരാൻ തുടങ്ങി. അതിൽ സുന്ദരി മുത്തശ്ശി കൊണ്ടുവന്ന പാറ്റകൾ ഇടുന്തോറും ആ ചുഴികൾ ഓരോന്നായി അപ്പോൾ മറയാൻ തുടങ്ങി. കപാല ഗുഹ വഴി അവർ പോകുമ്പോൾ ഭയങ്കരമായ ഇരുട്ട്. ആ ഗുഹയുടെ മുകൾ ഭിത്തിയിൽ ഒരുപാട് പ്രേതങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു. വിശക്കുന്നു, വിശക്കുന്നു, നിന്റെ ചോര കുടിച്ച് കീറി തിന്നാൻ പോകുന്നു. വിശപ്പ്, വിശക്കുന്നു, ഒരുപാട് വിശക്കുന്നു, നിന്റെ ചോര കുടിക്കാൻ പോകുന്നു. വിശക്കുന്നു, വിശക്കുന്നു, നിന്റെ ചോര കുടിക്കാൻ പോകുന്നു, നിന്നെ കീറി തിന്നാൻ പോകുന്നു. സുന്ദരി മുത്തശ്ശി കുറച്ചുപോലും പേടിക്കാതെ ഒരു റാന്തലുമെടുത്ത് അത് കത്തിച്ച് ഒരു നീളമുള്ള കമ്പിൽ റാന്തൽ തൂക്കിയിട്ട് ആ വെളിച്ചം കണ്ട ഉടനെ തോന്നിക്കിടന്നിരുന്ന പ്രേതങ്ങൾ മാഞ്ഞു. ആ ഗുഹയിൽ നിന്ന് വെളിയിൽ വന്ന ഉടനെ മുഴുവൻ കടലും കാണാൻ പറ്റി. ദൂരെ ഒരു ദ്വീപ്, അതാണ് കിന്നര ദ്വീപ്. ആ ദ്വീപിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കടലിന്റെ അകത്തു നിന്ന് ആ കൈകളെല്ലാം ഓരോന്നായി വെളിയിലേക്ക് വരാൻ തുടങ്ങി. അവസരം കിട്ടിയാൽ മതി, മുത്തശ്ശിയുടെ കഴുത്തിൽ പിടിച്ച് അവർ അടിയിലേക്ക് കൊണ്ടുപോകും. ആ പ്രേതങ്ങളുടെ കൈകൾ കണ്ടും മുത്തശ്ശി കുറച്ചുപോലും പേടിച്ചില്ല. ഭൂതലാകൃതം, രഞ്ജകം, പ്രേതരഞ്ജകം, കിരാതകം, വീരസേനാരഞ്ജകം, പ്രേതരഞ്ജകം, വിസീതി നിശാചര, അഗമ്യേ ലോകകണ്ടക, കിരാതക വീര, ആവാഹം, ആവാഹം. ആ മന്ത്രങ്ങൾ പറഞ്ഞ ഉടനെ പറന്നുകൊണ്ടിരുന്ന കൈകളെല്ലാം ആ കടലിനകത്തേക്ക് പോയി. കിന്നര ദ്വീപിലേക്ക് പോയ ഉടനെ വഞ്ചി ഒരിടത്തിൽ കെട്ടിയിട്ട് ആ കടൽ തീരത്തിൽ കാൽപ്പാടുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാൽപ്പാടുകൾ എവിടെയെല്ലാം ഉണ്ടോ ആ മണലെല്ലാം ഒരു സഞ്ചിയിലാക്കി അതുകൊണ്ട് വഞ്ചിയിൽ വച്ച് അവരവിടെ നിന്നും പോയി. ഇനി ഞങ്ങളുടെ ജീവിതം ഇവിടെയാണോ? ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലേ? ഇനി ഞങ്ങളുടെ ജീവിതം ഇവിടെയാണോ? ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലേ? രക്ഷിക്കൂ. അത് കേട്ട് ആ മുത്തശ്ശി, ഇത്രയും വർഷമായി ഓരോ മാസവും ഞാൻ ഈ ദ്വീപിലേക്ക് വരുന്നു. ഒരിക്കലും ഇല്ലാത്ത അളവിൽ ഇന്ന് ആരോ എന്നോട് സംസാരിക്കുന്നല്ലോ. അങ്ങനെ പറഞ്ഞ് കുറെ ദൂരം കൂടെ പോയി നോക്കിയപ്പോൾ കടൽ തീരത്തിൽ ഒരു പാറക്കല്ലിന്റെ മുകളിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നതവർ കണ്ടു. പെട്ടെന്ന് ആ മുത്തശ്ശിയെ കണ്ട ഉടനെ പേടിച്ചുപോയ ആ ദേവത, ആരാ നിങ്ങൾ? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മായാവിയാണോ അതോ മന്ത്രവാദിനിയാണോ? ആരാണ് നിങ്ങൾ? വെപ്രാളപ്പെടണ്ട, ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാ. ഞാൻ കാരണം ഒരാപത്തും വരില്ല, എന്നെ വിശ്വസിക്ക്. നിങ്ങളൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദ്വീപിലേക്ക് വരാൻ പറ്റില്ലല്ലോ. നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ഓ, അതാണോ? എന്റെ ഭർത്താവ് സാരംഗൻ കിരാതകവീര എന്ന മന്ത്രവാദിയുടെ വളരെ വലിയ വിശ്വസ്തനായിരുന്നു. കിരാതകവീരൻ കടലിന്റെ അടിയിൽ പോയതിനു ശേഷം എന്റെ ഭർത്താവിന് വയ്യാതെയുമായി. അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുൻപ് ഈ ദ്വീപിലേക്ക് എങ്ങനെ പോകണമെന്നുള്ളതിനെ കുറിച്ച്
എല്ലാ വിവരവും പറഞ്ഞിട്ടാണ് മരിച്ചത്. സുന്ദരി, പൗർണമി ദിവസം കിന്നര ദ്വീപിൽ നമ്മൾ കാലുവെച്ചാൽ അവിടെയുള്ള മണലൊക്കെ സ്വർണമായി മാറും. ഇതാ, ആ ദ്വീപിലേക്ക് എങ്ങനെ പോകാമെന്ന് ഇതിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. സ്വർണ്ണ മണൽ നിനക്ക് വേണമെങ്കിൽ പൗർണമിയുടെ അടുത്ത ദിവസം പോ. രാകാശിയുടെ വയറ്റിന് നല്ല വിശപ്പാണ്. അത് നിന്നെ പിടിച്ച് വിഴുങ്ങാതിരിക്കണമെങ്കിൽ പിശാചിന് ഇഷ്ടമുള്ള ഭക്ഷണം നീ കൊടുക്കണം. അപ്പോൾ ആ രാക്ഷസ ചുഴിയും മാഞ്ഞു പോകും. രാത്രി കപാലഗ്രഹത്തിലുള്ള പ്രേതങ്ങൾക്ക് തീയെന്നാൽ മരണഭയമാണ്. നിന്റെ ചോര എണ്ണയിൽ ഒരു 4 തുള്ളി ഒഴിച്ച് ഒരു വിളക്കെടുത്തു കൊണ്ടുപോ. ആ വെളിച്ചം കണ്ടത് മാഞ്ഞു പോകും. ഗുരുവിന്റെ 111 കൈകൾക്ക് പുസ്തകത്തിലെ മന്ത്രം ചൊല്ല്. അത് നിന്നെ ഒന്നും ചെയ്യില്ല. ഭൂതലാകൃതം, രഞ്ജകം, പ്രേതരഞ്ജകം, കിരാതകം, വീരസേനാരഞ്ജകം, പ്രേതരഞ്ജകം, നിശീതി നിശാചര, അഗമ്യ ലോകകണ്ടക, കിരാതക വീര, ആവാഹം ആവാഹം. ആ പുസ്തകത്തിന്റെ സഹായം കൊണ്ട് ഞാൻ ഈ കിന്നര ദ്വീപിലേക്ക് വന്ന് ദേവതകൾ നടന്നുപോയ കാൽപ്പാടിലുള്ള മണലെല്ലാം വാരിയെടുത്തു കൊണ്ടുപോകും. ആ സ്വർണം വിറ്റ് എനിക്ക് കിട്ടുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കുന്നു. അതെല്ലാം പോട്ടെ, നിങ്ങൾ ആരാണ്? ഈ ദ്വീപിലേക്ക് നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞാനാണ് ആ ദേവത. എന്താ, നീയാണോ ആ ദേവത? ദേവതകൾ പൗർണമി നാളിലല്ലാതെ വേറെ ഒരിക്കലും ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ ഭർത്താവ്. അതെ, അത് ശരിയാണ്. എന്നാൽ എത്ര ദിവസം വരെ ഞങ്ങൾക്കിങ്ങനെ അടഞ്ഞു കിടക്കാൻ പറ്റും? ഞങ്ങൾക്കും മുക്തി വേണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ വെളിയിൽ വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? നിങ്ങൾ ഈ ദ്വീപിലേക്ക് എന്തിനാ വന്നത്? നിങ്ങളെ ഈ ദ്വീപിൽ അടച്ചു വച്ചിരിക്കുന്നത് ആരാണ്? എല്ലാ പൗർണമി ദിവസവും ദേവലോകത്തു നിന്നും ഞങ്ങൾ ചില ദേവതകൾ ഈ ദ്വീപിലേക്ക് വന്ന് വെണ്ണില വെളിച്ചം കണ്ട് സന്തോഷിച്ചിട്ട് പോകും. എന്നാൽ വീര എന്നൊരു മന്ത്രവാദി വേതാള ഗുഹയ്ക്കുള്ളിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. വേതാള, ഇനി എത്രയും ദിവസമാണ്? എനിക്ക് വയസ്സാകാൻ പാടില്ല. യുവത്വം വേണം. 1000 വർഷങ്ങൾ വരെ ആയുസ് വേണം. പറയൂ, നിങ്ങൾക്ക് ഇനിയും എന്താണ് വേണ്ടത്? പൂജയല്ല വേണ്ടത് വിധി. എനിക്ക് കിന്നരി ബലി വേണം. അതും ബലി നൽകുന്ന കിന്നരി എന്റെ ഭാര്യയായിരിക്കണം. കിന്നരിയെ കണ്ടുമുട്ടാനുള്ള വഴി പറയും. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ബലി നൽകാം. അത് നടക്കില്ല നരനെ. കിന്നരി ആഗ്രഹത്തോടെ നിന്നെ കല്യാണം കഴിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് കല്യാണമേ ആകില്ല. ആ ബലി ഞാൻ അംഗീകരിക്കില്ല. ഇവിടെ നിന്നും 16 മൈൽ കടലിൽ വടക്ക് ദിശയിലേക്ക് നീ പോ. കിന്നരി ദ്വീപിൽ നിനക്ക് എത്തിച്ചേരാം. എത്ര കിന്നരികളെ നീ കല്യാണം കഴിച്ചെനിക്ക് ബലി നൽകുന്നു, അത്രയും 1000 ആണ്ടുകൾ ആയുസ് നിനക്ക് കിട്ടും. എന്നാൽ നിനക്ക് വികലത പാടില്ല. വികലത ഒരിക്കലും പാടില്ല. അങ്ങനെ ആ മന്ത്രവാദി ഒരു പൗർണമി ദിവസം ഈ ദ്വീപിലേക്ക് വന്നു. എന്നോടൊപ്പം മൊത്തം 7 പേർ പൗർണമി ദിവസം ഈ ദ്വീപിലേക്ക് എത്തിയിരുന്നു. അയാളുടെ മാന്ത്രികം കൊണ്ട് ഞങ്ങളെ അയാൾ ബന്ധിപ്പിച്ചു. നിങ്ങൾ 7 പേരും സന്തോഷത്തോടെ എന്നെ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് നിങ്ങൾ മരിക്കും. മനുഷ്യ, ഞങ്ങളെ വിട്ടേക്കോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ലോകത്തുണ്ട്. നിങ്ങളെ വിടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിടില്ല. എന്നെ കല്യാണം കഴിച്ചാൽ ശരിയാകും. അല്ല എങ്കിൽ നിർജുൻ അർവണ്ണകൻ ആസ്ത്രി പ്രിയക് കാഹത ദീപ് കായിഷ. അങ്ങനെ ഒരു വാളെടുത്ത് ഞങ്ങളുടെ ചിറകുകൾ മുറിച്ചു. ഞങ്ങളുടെ ചിറകുകൾ കൽശില്പമാക്കിയും മാറ്റി. ഞങ്ങൾക്ക് ചിറകില്ലെങ്കിൽ ഞങ്ങളുടെ ലോകത്തേക്ക് പോകാൻ പറ്റില്ല. ശരി, ഞാൻ വേണമെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാം. ബാക്കി 6 പേരെയും വിട്. പറ്റില്ല. 7 പേരെയും എനിക്ക് കല്യാണം കഴിക്കണം. 7000 ആണ്ടുകൾ എനിക്ക് ആയുസ് കിട്ടണം. അപ്പോൾ എന്റെ അടുത്തുള്ള കത്തി അയാൾക്ക് നേരെ വീശിയതും അതുകൊണ്ട് അയാളുടെ കൈ മുറിഞ്ഞുപോയി. നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.
बेहद वहदाइशा निर्जिन हरबर्नगे अस्त्रिक मियट कामिकावादा जीविकाവശ്യ. അങ്ങനെ ഒരു മന്ത്രം പറഞ്ഞ ഉടനെ ഒരു കൈ തന്നെത്താനെ 111 കൈയായി മാറി ആ സമുദ്രത്തിലേക്ക് പോയി. നിങ്ങളുടെ ചിറകില്ലാതെ നിങ്ങളുടെ ലോകത്തേക്ക് പോകാൻ പറ്റില്ല. എന്റെ കൈ വീണ്ടും വളരാൻ 19 വർഷം വേതാള തപസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ വീണ്ടും വരും. എന്നെ നിങ്ങൾ കല്യാണം കഴിക്കണം. അങ്ങനെ പറഞ്ഞയാൾ പോയി. ഞങ്ങളുടെ ലോകത്തു നിന്നും ആരെങ്കിലും സഹായിക്കാൻ വരുമെന്ന് കാത്തിരുന്നു. എന്നാൽ ആരും വന്നില്ല. ശേഷം ആ മന്ത്രവാദി വരുന്നതിനുള്ളിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ലോകത്തേക്ക് പോകണം. ഞാൻ മാത്രമാണ് ഇപ്പോൾ വെളിയിൽ വന്നത്. ബാക്കിയുള്ള 6 ദേവതകളും ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. ആ മന്ത്രവാദി എവിടെ പോയി എപ്പോൾ വരുമെന്ന് തന്നെ അറിയില്ല. എനിക്കറിയാം, ആ മന്ത്രവാദിയുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് എന്റെ ഭർത്താവ് സാരംഗൻ. എന്തു സംഭവിച്ചു എന്താ ഏതെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ ദ്വീപിൽ എത്തിച്ചേരണമെങ്കിൽ ആ മന്ത്രവാദി രൂപീകരിച്ചിരിക്കുന്ന 3 ഖണ്ഡങ്ങൾ മറികടക്കണം. ആ മന്ത്രവാദി വേതാള സിദ്ധിക്ക് വേണ്ടി ഈ ദ്വീപിന് താഴെയാണ് തപസ് ചെയ്യുന്നത്. നിങ്ങൾക്കായുള്ള എല്ലാം എഴുതി വച്ചിരിക്കുന്ന പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആണോ? ഞങ്ങളുടെ ചിറകുകൾ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ ലോകത്തേക്ക് വീണ്ടും പോകാനുള്ള വഴി അതിലുണ്ടോ? പറ്റും. നീലമണി മണി കൊണ്ട് നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. ദയവ് ചെയ്ത് ആ മണി ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാമോ? ആ മണി ഞങ്ങളുടെ ജമീന്ദാരുടെ മകളായ മഞ്ജരിയുടെ കയ്യിലുള്ള മോതിരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഞാൻ മന്ത്രവാദിയുടെ ഭാര്യയാണെന്ന് ഗ്രാമത്തിൽ നിന്ന് തന്നെ എന്നെ ഒതുക്കി. ഗ്രാമത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ്? വേറെ വഴിയൊന്നുമില്ലേ? ഉണ്ട്. വേണമെങ്കിൽ നിനക്ക് തന്നെ എൻ്റെ കൂടെ വന്ന് ആ മണി എടുത്തുകൊണ്ട് വരാം. ഒരു നിമിഷം പോലും താമസിക്കാതെ മുത്തശ്ശിയുടെ കൂടെ ആ വഞ്ചിയിൽ കയറി ആ ദേവത അവിടെ നിന്നും പോയി. അതുകണ്ട് ബാക്കിയുള്ളവരെല്ലാവരും വെളിയിൽ വന്നു. അനിയത്തി, അനിയത്തി, നിൽക്ക്, പോകരുത്. അനിയത്തി, ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പോൾ എല്ലാവരും ശില്പമായി മാറി. അത് കണ്ട ആ ദേവത, എന്താ ഇത്? എന്റെ ചേച്ചിമാരെല്ലാം ശില്പമായി മാറി. നിങ്ങൾ 7 പേരിൽ ആരെങ്കിലും ഒരാൾ ദ്വീപ് മറികടന്നാലും ബാക്കിയുള്ളവർ ശില്പമായി മാറും. അതുമാത്രമല്ലാതെ ദ്വീപ് മറികടന്നു പോകുന്ന ദേവതയ്ക്ക് സാധാരണ മനുഷ്യയായേ ജീവിക്കാൻ പറ്റൂ. ദേവതയുടെ ആ സൗന്ദര്യമുള്ള രൂപമെല്ലാം മാറി സാധാരണ മനുഷ്യ സ്ത്രീയായി മാറി. ആ മുത്തശ്ശിയുടെ സഹായത്തോടെ കടലും മറികടന്നു വന്നു. ഈ വഴിയിലൂടെ നേരെ പോയാൽ ജമീന്ദാരുടെ കോട്ട വരും. എന്തെങ്കിലും ചെയ്ത് ആ മോതിരം നീ സ്വന്തമാക്ക്. അടുത്ത പൗർണമി നാളിനുള്ളിൽ നീ ആ ദ്വീപിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ 6 സഹോദരിമാരും ചാരമായി മാറും. അതുകൊണ്ട് താമസിക്കാതെ വേഗം വാ. മുത്തശ്ശി പറഞ്ഞതുപോലെ കോട്ടയിലുള്ള മഞ്ജരി അന്വേഷിച്ചുകൊണ്ടേ പോയി. എന്നാൽ ഇതുവരെയും കാണാത്തത്ര ജനങ്ങളെ കണ്ടതുകൊണ്ട് വളരെ വ്യത്യസ്തമായി ഒരുപാട് പേടിയോടെ നടക്കുമ്പോൾ ഒരു നായ അവളെ തുരത്താൻ തുടങ്ങി. അപ്പോൾ പേടിച്ചു പോയി ഒരു വീടിന്റെ പിന്നിലുള്ള കിണറ്റിൽ വീണു. ആ ശബ്ദം കേട്ട് വിറക് വെട്ടിക്കൊണ്ടിരുന്ന ഗംഗാറാം അത് കണ്ട് ദേവതയെ രക്ഷിച്ച് പട്ടി കടിച്ച സ്ഥലത്ത് പച്ചമരുന്നും വച്ച് കെട്ടിവെച്ച് അവളോട് ചോദിച്ചപ്പോൾ അവൾ ആരാണ്, എന്തിനാണ് ഈ ഗ്രാമത്തിൽ വന്നതെന്നും അവൾ പറഞ്ഞു. കുട്ടി, നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹായിക്കാൻ തോന്നുന്നുണ്ട്. ജമീന്ദാറിലെ വീട്ടിലെ മഞ്ജരിയുടെ സ്വർണം വേണമെങ്കിൽ ഇന്ന് രാത്രി കോട്ടയ്ക്കകത്ത് കയറണം, പോയവിടെ മോഷ്ടിക്കണം. അങ്ങനെ ഗ്രാമജനങ്ങളെല്ലാം ഉറങ്ങിയതിനു ശേഷം 2 പേരും കയറുകെട്ടി മഞ്ജരിയുടെ മുറിയിലേക്ക് പോയി. എന്നാൽ പെട്ടെന്ന് കാവലിരുന്ന നായകൾ കുരച്ചതുകൊണ്ട് ഗംഗാറാം പിടിക്കപ്പെട്ടു. കിന്നര കട്ടിന്റെ താഴെ പോയി ഒളിച്ചു. നേരം വെളുത്തപ്പോൾ ഗംഗാറാം മോഷ്ടാവെന്ന് കരുതി അയാളെ ജയിലിലും അടച്ചു. അതിനുശേഷം രാവിലെ തോട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കിന്നരയെ മഞ്ജരി കണ്ട്, നീ ആരാണ്? എന്റെ തോട്ടത്തിൽ എന്തു ചെയ്യുന്നു?
നടന്നതെല്ലാം മഞ്ജരിയോട് അവൾ പറഞ്ഞു. എന്നാൽ മഞ്ജരി അതൊന്നും വിശ്വസിച്ചില്ല. എന്താ, നീ ദേവകന്യകയെന്നോ? കഥ കൊള്ളാം. ശരി, ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൂടെ തോട്ടത്തിൽ തന്നെ നിൽക്ക്. എല്ലാ ദിവസവും ഇങ്ങനെ നല്ല നല്ല കഥകളും പറ. അന്നു മുതൽ ജമീന്ദാറിന്റെ തോട്ടത്തിൽ ജോലിക്കാരിയായി മഞ്ജരിയോട് ഇടപഴകാൻ തുടങ്ങി. ഒരു ദിവസം മഞ്ജരിയും കിന്നരയും തോട്ടത്തിൽ കറങ്ങുമ്പോൾ കിന്നര നടന്നു പോകുന്ന സ്ഥലത്തിൽ അവളുടെ കാൽപാദങ്ങൾ സ്വർണ്ണ നിറമായി മാറി. അത് കണ്ട് മഞ്ജരി ഞെട്ടിപ്പോയി. എന്താ ഇത്? നീ കാൽവെച്ച സ്ഥലങ്ങളിലൊക്കെ മണ്ണെല്ലാം സ്വർണമായി മിന്നുന്നു. ആരാണ് നീ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ദേവലോകത്തു നിന്നും വന്ന ദേവകന്യകയാ. എന്റെ ചിറകുകൾ മന്ത്രവാദി വെട്ടി, അതുകൊണ്ട് സാധാരണ മനുഷ്യ സ്ത്രീയായി. എന്നാലും പൗർണമി ദിവസം ഞാൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത് സ്വർണമായി മാറും. ഇത്രയും ദിവസമായി എന്നെ സേവിക്കാൻ പറഞ്ഞ് ഒരു ദേവതയെ ഞാൻ വേലക്കാരിയാക്കി. പറയൂ, എന്ത് ചെയ്താൽ എന്റെ പാവങ്ങൾ തീരും? എനിക്ക് നിങ്ങളുടെ കയ്യിലെ മോതിരത്തിലുള്ള ആ നീല മണി വേണം. അതേപോലെ ഞാൻ കാരണം അടച്ചു വച്ചിരിക്കുന്ന ഗംഗാറാമിനെയും മോചിപ്പിക്കണം. മഞ്ജരി രഹസ്യമായി ഗംഗാറാമിനെ മോചിപ്പിച്ച് അവളുടെ നീലക്കൽ മോതിരം കിന്നരയ്ക്ക് കൊടുത്ത് രഹസ്യ വഴിയിലൂടെ അയച്ചു. രണ്ടുപേരും മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി മരിച്ചു കിടക്കുന്നു. അങ്ങുന്നേ, ഇപ്പോൾ എന്തു ചെയ്യും? കിന്നര ദ്വീപിലേക്ക് പോകുന്ന വഴി ഈ മുത്തശ്ശിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. മുത്തശ്ശിക്ക് വയസ്സായില്ലേ? ആ ദ്വീപ് എവിടെയാണെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞേ പറ്റൂ. ഞാനും മുത്തശ്ശിയോട് അതാ ചോദിച്ചത്. ഞങ്ങൾ മനുഷ്യർക്ക് അത്യാഗ്രഹം കൂടുതലാണ്. സ്വർണം മണൽ കിട്ടുന്ന ആ സ്ഥലമറിഞ്ഞാൽ അവിടെ ഒരുപാട് പേർ വരും. അതുകൊണ്ട് അതിൽ നിങ്ങൾക്കാണ് ആപത്തെന്നും പറഞ്ഞു. മുത്തശ്ശിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മൂലയിൽ ഒരു പഴയ പുസ്തകം കിടക്കുന്നത് കണ്ടു. അതെടുത്ത് നോക്കിയപ്പോൾ ആ ദ്വീപിലേക്ക് പോകുന്ന വഴി ദേവലിപിയിൽ എഴുതിയിരുന്നു. അത് സാധാരണ മനുഷ്യർക്ക് അറിയില്ല. ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത് പോലെ ഒരു റാന്തൽ വിളക്ക് പാറ്റകളെയും എടുത്തവർ പുറപ്പെട്ടു. രഞ്ജകം, പ്രേതരഞ്ജകം, കിരാതക വീരസേനാരഞ്ജകം, പ്രേതരഞ്ജകം, നിശീതിനി നിശാചര, അഗമ്യ ലോകകണ്ഠക, കിരാതക വീര, ആവാഹം ആവാഹം. അങ്ങനെ ആ 3 ഖണ്ഡങ്ങളും കടന്ന് ശില്പങ്ങളായ 6 ചേച്ചിമാരുടെ അടുത്ത് വന്ന്, ഞാൻ വന്നു ചേച്ചി, ഇനി നമുക്ക് വിമുക്തി കിട്ടും. അങ്ങനെ ഉടനെ ആ ഗുഹയ്ക്കുള്ളിൽ പോയി നീല മണിയെടുത്ത് റാന്തലിൽ വച്ചതും അതിൽ നിന്ന് വന്ന വെളിച്ചം ആ കല്ലായി മാറിയ ചിറകുകളിൽ കൊണ്ടുവന്ന് ചിറകുകൾ സാധാരണയായി മാറി. വെളിയിൽ ശില്പങ്ങളായിരുന്ന ദേവതകളും സാധാരണ അവസ്ഥയിൽ മാറി. അവരുടെ ശക്തികളെല്ലാം അവർക്ക് കിട്ടി. निर्जुन अर्बन नगिन अस्त्र काबिगा हदा दीपिका ईशा. നിങ്ങളുടെ ജീവൻ പണയം വെച്ച് എന്നെ സഹായിച്ചതിനു വേണ്ടി ഇതെടുത്തുകൊള്ളൂ. അങ്ങനെ സ്വർണങ്ങളും വൈഡൂര്യങ്ങളും ഗംഗാറാമിന് കൊടുത്ത് അവർ 7 പേരും അവരുടെ ലോകത്തേക്ക് പറന്നുപോയി. ഗംഗാറാം ഉടനെ അതെല്ലാം എടുത്തുകൊണ്ട് മറികടന്നു പോയി മുത്തശ്ശിയുടെ സമാധിയിൽ പുസ്തകം വെച്ച് അത് കത്തിച്ചു. അതിനുശേഷം അവനും സന്തോഷമായി ജീവിച്ചു.